മനോജ്, മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഇന്ന് മുതൽ 6 സോണുകളായി തിരിഞ്ഞാണ് ഒരു തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അട്ടമലയും ആറന്മലയും ചേർന്നാണ് ആദ്യത്തെ സോൺ. അങ്ങനെ 6 സോണുകളായി തിരിച്ച് 40 ടീമുകളാണ് ഇന്ന് തിരച്ചിൽ നടത്തുക എന്ന് ഇന്നലെ മന്ത്രി കെ രാജൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുക, അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നിഖിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ചൂരൽമലയിലാണ്. ഇവിടെയാണ് സൈന്യം നിർമ്മിച്ചിട്ടുള്ള ഈ ബെയിലി പാലമുള്ളത്. ഇതുവഴിയാണ് രക്ഷാപ്രവർത്തകർ ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുന്നത്. എന്തായാലും 7 മണിക്ക് മുൻപായിട്ട് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുവേണ്ടി ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായുള്ള എല്ലാവരും എത്തുന്നുണ്ട്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ആദ്യഘട്ടം മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇബ്രാഹിം കൂടെ ചേരുകയാണ്. എങ്ങനെയായിരുന്നു ആദ്യഘട്ടം മുതൽ? വലിയ പ്രതിസന്ധിയായിരുന്നു അങ്ങോട്ടേക്ക് എത്താൻ? ആദ്യഘട്ടം മുതൽ നടന്ന മാൻ പവർ മാത്രം ഉപയോഗിച്ചുള്ള തെരച്ചിലായിരുന്നു. വാഹനങ്ങൾ അക്കരയ്ക്ക് കടത്താൻ പറ്റാത്തത് കാരണം ഒരു സാധനങ്ങളും എക്യുപ്മെൻറ്റ്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാം. എക്യുപ്മെൻസിൻ്റെ ദാരിദ്ര്യം ഒരുപാടുണ്ടായിരുന്നു ആ ഭാഗത്തേക്ക് നമ്മളെ കയ്യിൽ. ഇന്നലേക്ക് മുന്നത്തെ ദിവസമാണ് ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം മുതൽ ഉച്ചയ്ക്ക് ശേഷം മുതലാണ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ കിട്ടി തുടങ്ങിയത്. ഇപ്പോഴാണ് അവിടെ ഇന്നലെ മുതലാണ് സജീവമായിട്ട് JCB മുകളിലേക്ക് വന്ന് ഈ പുഞ്ചിരിമട്ടം എന്ന് പറഞ്ഞ ഭാഗത്തിൻ്റെ പകുതി ഭാഗം വരെ JCB വന്നിട്ട് റോഡ് വെട്ടിയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്ന് അധികം നമുക്ക് ബോഡികളൊന്നും കിട്ടിയിട്ടില്ല. അവിടെ ബോഡി ഉണ്ടാവാൻ സാധ്യതയില്ല. ഉയർപ്പൊട്ടിയ ഭാഗത്തിൻ്റെ നേരെ താഴെ വരുന്ന സ്ഥലമാണ് പുഞ്ചിരിമട്ടം. അവിടെ നിന്നെല്ലാം പോയതെല്ലാം വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടത് വില്ലേജ് ഓഫീസിൻ്റെ ഭാഗം, വെള്ളാർമല വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്തേക്കാണ്. മുണ്ടക്കായിൽ അവിടെ നിന്ന് വന്ന് മുണ്ടക്കായി മസ്ജിദിൻ്റെ ഭാഗത്തേക്കാണ് ആ ഫ്ലഡ് നേരെ പോകുന്നത്. പോയതിന് ശേഷം വെള്ളമെല്ലാം അടിച്ചൊഴുകിയിട്ട് മണ്ണും പാറക്കഷ്ണങ്ങളും എല്ലാം ഉയർന്ന പ്രദേശത്തേക്ക് പോയിട്ട് അവിടുന്ന് ആ ഭാഗത്തുള്ള എല്ലാ വീടുകളും കടകളും മുണ്ടക്കൈയിലുള്ള എല്ലാ ഒരു പകുതിയിലധികം വീടുകളും കടകളും വാഷ് ഔട്ട് ചെയ്തിട്ട് ആ വെള്ളം നേരെ തിരിച്ചു വന്നത് വെള്ളാർമല ഭാഗത്തേക്കാണ്. വെള്ളാർമല ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ വെള്ളാർമല സ്കൂളിൻ്റെ ഭാഗം പൂർണ്ണമായിട്ട് പോയി. അതിൻ്റെ അടുത്ത് തൊട്ട് മുകൾ ഭാഗത്തുള്ള കുറേ വീടുകൾ വാഷ് ഔട്ട് ചെയ്ത് പോയി. അതും കഴിഞ്ഞ് ഇവിടെ അട്ടമല ഭാഗത്തേക്ക് ഈ ചൂരമല ബ്രിഡ്ജ് തകർന്നതിന് ശേഷം ഈ വെള്ളം ഇതെല്ലാം ഫസ്റ്റ് ഇനിഷ്യൽ ടൈമിൽ പോയി വെള്ളാർമല വില്ലേജ് ഓഫീസിൻ്റെ ഭാഗത്ത് ചൂരമല ടൗണിനോട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന ഭാഗം വില്ലേജ് ഓഫീസിൻ്റെ പുറകിൽ ഭാഗത്തുള്ള ഒരുപാട് വീടുകൾ അവിടുന്ന് വാഷ് ഔട്ട് ചെയ്ത് പോയതാണ്. ഇന്ന് എങ്ങനെയായിരിക്കും രക്ഷാപ്രവർത്തനം ഈ ഭാഗത്തൊക്കെ നടക്കുക? ഇന്ന് നമുക്ക് ശരിക്കും പറയാം മാൻ പവർ യൂസ് ചെയ്തിട്ടുള്ള കുറേ പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ കഴിഞ്ഞിരുന്നു. ഇന്ന് JCB കൊണ്ട് ബോഡി തിരയാനുള്ള സ്ഥലം വെള്ളാർമല വില്ലേജ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അട്ടമല റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. അട്ടമല റോഡിനോട് ചേർന്നുള്ള ഭാഗത്തേക്ക് ഇന്നലെ JCB കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം 5 മണിക്കും അവിടെ JCB എത്തിയില്ല. മാൻ പവർ ഉപയോഗിച്ചിട്ട് ഒരുപാട് മരങ്ങൾ കട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പോഴേക്ക് പെരും മഴ പെയ്തത് കാരണം അവിടുന്ന് വീണ്ടും ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. ഈ പാലം നിർമ്മിച്ചത് വലിയൊരു ഗുണകരമായിട്ടുള്ള കാര്യം തന്നെ. അതായത് വാഹനങ്ങൾക്ക് അങ്ങോട്ട് കടന്നെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല നേരത്തെ? ഇവിടെ നിന്ന് വാഹനങ്ങൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം തിരയുന്ന സമയത്ത് ആ ദിവസം നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഈ മഴവെള്ളം അല്ലാതെ വേറെ വെള്ളം ഉണ്ടായിരുന്നില്ല. അതേ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് ഈ മുണ്ടക്കായ് ഭാഗത്തേക്ക് കുടിവെള്ളം കിട്ടുന്നത്. ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം, ബിസ്ക്കറ്റ് പോലത്തെ സാധനങ്ങൾ കിട്ടുന്നത്. അതിന് വൈകുന്നേരത്താണ് രണ്ടാമത്തെ ദിവസം വൈകിട്ട് സമയത്താണ് ഭക്ഷണം പോലും അവിടെ കൊണ്ടെത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നലെ മുതൽ ധാരാളം ഭക്ഷണങ്ങളും ആളുകളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ആളുകളും ഒരുപാട് ഫോഴ്സ് സേനയുടെ ഒരുപാട് ഭാഗങ്ങൾ ആളുകൾ വന്ന് അവിടെ നല്ല പ്രവർത്തനമാണ് അവിടെ നടത്തിയത്. ഈ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം മുതൽ ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങി. ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം തിരിച്ചു പോയപ്പോഴും ഈ ആർമി ഓഫീസേഴ്സുമാർ ഇവിടെ നിന്നിട്ട് ആർമീസിലെ എല്ലാ ആളുകളും ഇവിടെ രാത്രി കാലങ്ങളിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ബ്രിഡ്ജിൻ്റെ പണി പെട്ടെന്ന് ഇന്നലെ തീർന്നത്. അതല്ലെങ്കിൽ ബ്രിഡ്ജ് തീർന്നിട്ടുണ്ടാവില്ല. ഇന്നലെ രാവിലെ കൂടി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കി താഴെ, അതുകൊണ്ട് റോപ്പ് ഒഴിവാക്കിയിട്ട് അതിലെ ബോഡി കൊണ്ടുവരുന്ന സൗകര്യം ഉണ്ടായി. അതിനു മുൻപ് റോപ്പ് ഉപയോഗിച്ചിട്ട് മരം ഉപയോഗിച്ചിട്ടുള്ള പാലത്തിന് മുകളിൽ കൂടിയാണ് അക്കരക്ക് ആളുകൾ കടന്നിരുന്നത്. ഈ ബ്രിഡ്ജ് വന്നത് അതിൻ്റെ എഫർട്ട് എടുത്തുള്ള ആർമിക്ക് ഒരുപാട് സല്യൂട്ട് ചെയ്യണം. നമ്മൾ അത്രയും ഈ രാജ്യസ്നേഹമുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ആർമിനെ ഒരുപാട് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. എന്നാൽ അവരെ പ്രവർത്തനം കൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വന്നിട്ട് അവർ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളിലൂടെ കാഴ്ചവെക്കുന്നത്. നേരത്തെ എങ്ങനെയായിരുന്നു? കാരണം JCB ഒന്നും അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കൂടുതലും രക്ഷാപ്രവർത്തകർ എങ്ങനെയായിരുന്നു? ഇത്രയധികം വലിയ പാറക്കല്ലുകളും അതോടൊപ്പം തന്നെ ഈ മൺകൂനകളും ഒക്കെ വന്ന് കിടക്കുന്നുണ്ട് വീടിന് മുകളിലേക്ക്. എങ്ങനെയായിരുന്നു അവിടെ നിന്നും ഈ കെട്ടിടങ്ങൾക്കുള്ളിലേക്കുള്ള ഈ മൃതദേഹങ്ങളൊക്കെ പുറത്തെടുത്തത്, അല്ലെങ്കിൽ അവിടെയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തിയത്? അവിടെ നമ്മൾ ആമർ ഉപയോഗിച്ചിട്ട് വീടിൻ്റെ മോൾ ഭാഗം പൊട്ടിച്ച് തകർത്തിട്ടും സന്നദ്ധ പ്രവർത്തകർ ഒരുപാട് ആളുകളെടുത്ത് മാത്രമേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ സംഘടനകളുടെ മറ്റുള്ള ആളുകളെടുത്ത് എക്യുപ്മെൻറ്റ്സ്, ഈ ആർമീൻ്റെ അടുത്ത് പോലും എക്യുപ്മെൻറ്റ്സ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല.
ആർമി എത്തിയിരുന്നില്ല അന്നത്തെ ദിവസം. അപ്പം ആളുകൾ പോയിട്ട് ഉയർന്നു കാണുന്ന വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളിലൂടെ കയറാൻ പറ്റുന്ന രീതിയിൽ കയറിയിട്ട് അടിച്ച് പൊളിച്ച് തകർത്തിട്ടൊക്കെയാണ് അത് വളരെ വളരെ വിഷമിച്ചിട്ടാണ് ഒരു വീട് സെർച്ച് ചെയ്തിരുന്നത്. ആ സെർച്ച് ചെയ്ത വീടുകളിൽ നിന്നൊക്കെ അവിടെ ബോഡി കിട്ടുകയും ചെയ്തിരുന്നു. ഇന്നലെ മുതൽ മിഞ്ഞാന്ന് വൈകുന്നേരം മുതൽ JCB വന്നപ്പം അവിടുന്ന് പിന്നെ ഫൗണ്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡോസ് കോഡ് വന്നിരുന്നു ഇന്നലെ ഡോസ് കോഡ് വന്നിട്ട് ഡോസ് കോഡ് ഫൈൻഡ് ചെയ്ത കാണിക്കുന്ന അവർ ലോഗ് ഫൈൻഡ് ചെയ്ത എല്ലാ ഭാഗങ്ങളിലും ബോഡി കിട്ടിയിരുന്നു മുകളിൽ നിന്ന്. ഇന്നലെ കിട്ടിയ ബോഡി മുഴുവനും ആ ഡോസ് കോഡ് ഫൈൻഡ് ചെയ്ത ഭാഗങ്ങളിൽ നിന്നാണ്. ഈ ഭാഗങ്ങളിൽ ഇനി ജീവനോടെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന്, കാരണം കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാരടക്കം വ്യക്തമാക്കിയിരുന്നു ഇനി ജീവനോടെ അവിടെ ആരും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. ജീവനോടെയുള്ള ആളുകളെ കിട്ടാൻ പ്രയാസമായിരിക്കും. ഇന്നലെ ഈ ഡ്രോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശ്വാസത്തിൻ്റെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനുള്ള ഡ്രോൺ ഉപയോഗിച്ചിട്ട് ഇന്നലെ തെരച്ചിലെടുത്തിരുന്നു. ഒരു ഗ്രൂപ്പ് അതിൻ്റെതായിട്ട് വന്നിട്ട് ആ ലയങ്ങൾ ഒലിച്ചു പോകാത്ത മണ്ണിനടിയിലുള്ള ലയങ്ങളിലൊക്കെ അത് സെർച്ച് ചെയ്തിട്ട് അവിടെ ചെറിയൊരു അനക്കം അവർക്ക് തോന്നിയിട്ട് അവിടെ ഡിമോളിഷ് ചെയ്തതിന് നോക്കിയതിന് ശേഷം അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി ബോഡി ജീവനുള്ളത് കിട്ടാൻ ഈ സാധ്യത കുറവാണ്. ഇപ്പം മരിച്ച ആളുകളെ കൂട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമുക്ക് അറിയാത്ത ഒരുപാട് ആളുകൾ ആ മേഖലയിൽ താമസിച്ചിരുന്നു. പുറത്ത് ഒറീസ ഭാഗത്തും മറ്റുള്ള ഭാഗത്തു നിന്ന് വന്ന് താമസിക്കുന്ന ലയങ്ങളാണ് അധികം അവിടെ മുകൾ ഭാഗത്തുണ്ടായിരുന്നത്. നമ്മളൊക്കെ ഇവിടെ ആദ്യകാലങ്ങളിൽ ജോലി ചെയ്തിരുന്ന എല്ലാ ആളുകളും ഒരുവിധം സാമ്പത്തികമായിട്ട് ഭദ്രത വരുത്തി അവർ ആ ജോലിയിൽ നിന്ന് പിരിഞ്ഞ് പുറത്ത് വീടുകളൊക്കെ വെച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങൾ വാങ്ങി വീടുകളൊക്കെ വെച്ച് ആ വീടുകളിൽ താമസിച്ചിരുന്ന ആളുകൾ അടക്കമാണ് അവരെ സമ്പാദ്യവുമായിട്ടാണ് ഇത് പോയത്. കുട്ടികളൊക്കെ വലുതായ ചില കുട്ടികളൊക്കെ പുറത്ത് ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ നിന്നും ബാക്കിയുള്ള ആളുകളൊക്കെ പോയി ഇതോടെ വാഷ് ഔട്ടായി. എൻ്റെ കുടുംബത്തിൽ 2 കുടുംബത്തിൽ പൂർണ്ണമായിട്ടുള്ള ആളുകളും ഒരു കുടുംബത്തിൽ 11 പേരുണ്ട്. ആ 11 പേരും വാഷ് ഔട്ടായി. വേറൊരു കുടുംബത്തിൽ 5 പേരുണ്ട്. 5 കുടുംബത്തിൽ ആ കുടുംബത്തിലുള്ള എൻ്റെ മരുമോൻ്റെ എൻ്റെ സഹോദരൻ്റെ മോളെ കല്യാണം കഴിച്ച അവൻ്റെ അനുജന് പുറത്തുണ്ട്. അതല്ലാത്ത ഈ മക്കൾ മുഴുവനും പുറത്തുനിന്ന് വന്ന് അന്ന് ഡംപ് ചെയ്ത് അന്ന് തന്നെ ഈ ഫ്ലഡ് ഇതുണ്ടായി എല്ലാം ഒലിച്ചു പോയി. ഇതിൽ മറ്റൊരു കാര്യം, ഈ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ, ഈ മൃതദേഹം കണ്ടെടുത്ത കണക്കുകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇനിയും നിരവധി പേരെ കാണാനില്ല എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ മരണസംഖ്യ ഇനിയും ഉയരുന്നത് വലിയ തരത്തിലുള്ള ആശങ്കയാണ് ഉയർത്തുന്നത്. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ബോഡി കിട്ടിയില്ലെങ്കിൽ പോലും മരണസംഖ്യ ഒരുപാട് ഉയരും. ഇവിടുത്തെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ ലയങ്ങളിൽ താമസിച്ചത് പുറത്ത് ഭാഗത്തുനിന്ന് വന്ന് താമസിച്ചിട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ അധികം ആളുകൾക്കും ഇവിടെ കണക്കുണ്ടാവുമെന്ന് അറിയില്ല. അതായത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ കണക്കുണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ്, പോസിബിലിറ്റിയേ ഇല്ല. പിന്നെ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞാൻ ഒരു പക്ഷേ അധികൃതരുടെ അനുമതിയോടുകൂടി ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് എമർജൻസി വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വരാൻ പറഞ്ഞ ആളുകളൊക്കെ കൊണ്ടുവന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കളെ കണക്കൊന്നും ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഇവിടെ ഹയർ പോസ്റ്റിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആദ്യഘട്ടത്തിലൊന്നും ഈ വാഹനങ്ങൾ, അതായത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അവിടെ കുടുങ്ങിക്കിടന്ന കുറേയധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നല്ലോ ആദ്യഘട്ടത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അവിടെ കുടുങ്ങിക്കിടന്ന ആകെ 2 ജീപ്പുണ്ട്. ആ ജീപ്പ് മാത്രമാണ് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ആളുകൾ ഉപയോഗിച്ചിരുന്നു. ആംബുലൻസ് സർവീസ് അവർ ഫുൾ അതിലുള്ള ആ ജീപ്പിൻ്റെ ഓണേഴ്സൊക്കെ ഡ്രൈവർമാരും ഓണേഴ്സൊക്കെ എഫർട്ട് എടുത്തതിൻ്റെ ഫലമാണ് അത്രയും ബോഡികൾ പെട്ടെന്ന് ഇങ്ങോട്ട് അവിടെ ആ കരയിൽ നിന്ന് ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനും ബോഡി തിരിച്ചെത്തിക്കാനും കഴിഞ്ഞതും. അതുകൊണ്ടാണ് ഇത്രയും ഇവിടെ നമ്മൾ സുഗമമായത്. ഇവിടെ ഈ ബ്രിഡ്ജ് വന്നതോട് കൂടിയിട്ട്, ബ്രിഡ്ജിൻ്റെ പണി തുടങ്ങുന്നതോട് കൂടിയിട്ട് ഇനിയിപ്പം തെരച്ചിൽ സംവിധാനങ്ങളൊക്കെ ഊർജിതപ്പെടുത്താൻ വളരെ നല്ല വഴിയാണ് ഇപ്പോൾ ഈ ബ്രിഡ്ജ് വന്നത്. എന്തായാലും ഈ സൈനികരുടെയൊക്കെ ഈ രാത്രിയോളമുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. എന്തായാലും അത്രയധികം അഭിമാനത്തോടു കൂടിയാണ് അവസാനം അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ തങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന്. കാരണം ഈ മഴ ഇന്നും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പണി ആദ്യഘട്ടം പകുതിയിൽ നിർത്തേണ്ടി വന്നു, പിന്നീട് വീണ്ടും ആരംഭിച്ചതാണ്. അപ്പോൾ ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിനെ മഴ എങ്ങനെയാണ് ബാധിക്കുക? രക്ഷാപ്രവർത്തനത്തിന് മഴ എന്ന് പറഞ്ഞാൽ ആളുകളെ മാൻ പവർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അല്ല. ഇനി വരുന്നത് നമുക്ക് ബോഡി ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. മണ്ണും മരങ്ങളും ഡംപ് ചെയ്ത ഭാഗത്തേക്ക് JCB പോലുള്ള വാഹനങ്ങൾ പോയിട്ട് അത് പോകാനുള്ള പാതകൾ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലത്ത് മാത്രമേ എത്തേണ്ടതുള്ളൂ. പുഞ്ചിരിമട്ടം ഭാഗത്തേക്കും JCB എത്തേണ്ടതുണ്ട്. ഈ വില്ലേജ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഈ JCB എത്താനുണ്ട്. അത് ഇന്ന് അവിടെ തിരിച്ച് മുണ്ടക്കൈയിൽ തെരച്ചിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ഒരു ഭാഗം തെരച്ചിൽ കഴിഞ്ഞ് തിരിച്ചു വന്ന JCB വെഹിക്കിളൊക്കെ ഇവിടെ സ്റ്റാൻഡ് പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് നമ്മൾ തുടങ്ങുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് സ്പീഡപ്പ് ആകും. എന്തായാലും ഇനി രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ
ഇതുവഴി പോകുന്നുണ്ട്. എന്തായാലും ഇവർക്ക് വേണ്ട മറ്റ് സംവിധാനങ്ങൾ ഇന്ന് എത്രയും വേഗം അങ്ങോട്ടേക്ക് എത്തിക്കാൻ ഈ ബ്രിഡ്ജ് വഴി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ആഹാരം തന്നെ എത്തിക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ പാലമൊന്നും ഇല്ലായിരുന്ന സമയത്തൊക്കെ ചേട്ടൻ സൂചിപ്പിച്ചു. അപ്പോൾ ഇന്ന് എത്രയും വേഗത കൂടുതലായിരിക്കും രക്ഷാപ്രവർത്തനം. ഇന്ന് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോഡി ഫൈൻഡ് ചെയ്യൽ മാത്രമാണ്. ബോഡി എന്തായാലും നമ്മൾ അടിയിലേക്ക് പോയി ഡംപായി കിടക്കുന്ന മരങ്ങളും മണ്ണുകളും മാറ്റിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തെങ്കിലും ബോഡികൾ ഉണ്ടെങ്കിൽ ആ ഒരു അറിവ് നമുക്ക് കിട്ടും, ആൾ കിട്ടിയെന്ന് പറയാം. അതിനു വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. ജീവനോട് ഒരു വ്യക്തിനെ കിട്ടാൻ എൻ്റെ അഭിപ്രായത്തിൽ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. വിവിധ സോണുകളായിട്ട് തിരിച്ചായിരിക്കും ഈ തരത്തിൽ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എത്ര രക്ഷാപ്രവർത്തകർ ഇപ്പോൾ തന്നെ ആ ഭാഗത്ത് ഉണ്ടാവും ഇന്ന് രാവിലെ മുതൽ തന്നെ? ഇന്നലെ 1000-ലധികം രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു. ഇന്നലെ മിഞ്ഞാന്നുമായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരുപാട് പേരുണ്ട്. നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്ര ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആളുകൾക്കല്ലായിരുന്നു പ്രവൃത്തി കൂടുതൽ, മെഷീൻ ഉപയോഗിച്ചുള്ള തെരച്ചിലായിരുന്നു കൂടുതൽ നടന്നത്. അതുകൊണ്ട് ആളുകൾ അതിൽ ബോഡി കിട്ടുന്നത് നോക്കിയിട്ട് അതിന് കൂടെ കല്ല് മാറ്റി കൊടുത്തിട്ട് നിന്ന ആളുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് മണ്ണ്, പാറകളും മരങ്ങളും ഡംപ് ചെയ്തൊരു ഭാഗമാണ്. ആ ഭാഗത്തേക്കാണ് ഇനി അവിടുന്ന് മരകരയിൽ നിന്ന് നമുക്ക് 30-ലധികം ബോഡികൾ കിട്ടിയ സ്ഥലമാണ്. ഇനി കിട്ടാനുള്ളത് തിരയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഇനി തിരയാനുള്ളത്. അവിടെ മരങ്ങൾ വന്ന് മണ്ണും ചേർന്ന് മീറ്റർ കണക്കിന് ഒരുപാട് മീറ്റർ, ഒരു 2-3 മീറ്റർ താഴ്ചയിലൊക്കെ ഇത് വന്ന് അടിഞ്ഞ് കിടക്കുകയാണ്. ആ ഭാഗങ്ങളിലെ തെരച്ചിലാണ് ഇന്ന് തുടങ്ങുന്നത്. ഇന്നത്തോടെ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാലും പൂർണ്ണമായിട്ട് നമ്മൾ തെരച്ചിൽ അവസാനിക്കണമെങ്കിൽ ക്ലിയറായിട്ട് ഇന്നലെ മുണ്ടക്കായ് ഭാഗത്ത് സെർച്ച് ചെയ്ത പോലെ തിരയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടൊന്നും തീരാൻ സാധ്യതയില്ല. എന്തായാലും തെരച്ചിൽ ഇനിയും നീണ്ടു നിൽക്കുമെന്ന് തന്നെയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഈ ചുരൽമല ഭാഗത്ത് നിന്നപ്പോൾ ഈ പുഴയിലെ ഒഴുക്കിൻ്റെയൊക്കെ ശക്തി കൂടിയ സാഹചര്യമുണ്ടായി. പല നിർദ്ദേശങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ തന്നിരുന്നു, ഇത് അകലം പാലിക്കണമെന്നൊക്കെ. അതുപോലെ തന്നെ ആ ഭാഗത്തും ഇത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? കാരണം ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു അപകടപരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ. അത് ആദ്യമേ ഇവിടെ തിരയിൽ തുടങ്ങുന്ന സമയത്ത് സന്നദ്ധ പ്രവർത്തകരെല്ലാം വന്ന് ഫോഴ്സിനെങ്കിൽ കൂടുതൽ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ മാനേജ് ചെയ്യേണ്ടത് സംഘടന ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ ബോഡികളെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള എല്ലാം നടന്നത്. അതിനുശേഷം ഇനി നടക്കുന്നത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് സംഘമായിട്ട് തിരിഞ്ഞിട്ടാണ് ഇന്നത്തെ പ്രവർത്തനം. ഇന്ന് അധികം ഉപയോഗിക്കുന്നത് സന്നദ്ധ സംഘടനകളിൽ ആധികാരികമായുള്ള കുറേ സംഘടനകളെ മാത്രം നിർത്തി ബാക്കിയുള്ള ആളുകളെ മാറ്റിക്കൊണ്ട് ഫോഴ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇന്ന് ഈ തെരച്ചിലുണ്ടാവുന്നതാണ് മേലധികാരികളൊക്കെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ പോകുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇവിടെ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ ബെയിലി പാലം വഴി അങ്ങോട്ടേക്ക് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു. നമ്മളോട് അദ്ദേഹം സൂചിപ്പിച്ചതും അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ഏകദേശം ഈ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വളരെയധികം പ്രതിസന്ധികൾ ആദ്യഘട്ടം മുതൽ തന്നെ നേരിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ പലതും ഈ അവശിഷ്ടങ്ങൾ, അതായത് പല പാർട്സുകളായി കൊണ്ടുവരുന്ന ഒരു വേദനാജനകമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ ഇവിടെ കണ്ടു. ഈ ചുരൽമല ഭാഗത്തേക്കൊക്കെ ആദ്യം റോപ്പിലൊക്കെ കെട്ടിക്കൊണ്ടുവന്നതും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ തലയൂട്ടി പോലെ ഒക്കെ കൊണ്ടുവരുന്നത് കണ്ടിരുന്നു. അത്തരത്തിലാണ്, കാരണം ഈ ശരീരഭാഗങ്ങളാണ് കൂടുതലും കണ്ടെത്തുന്നത്. ഇന്നലെ മുണ്ടക്കായ് ഭാഗത്ത് തെരഞ്ഞ പള്ളിക്ക് ചർച്ചിനോട് ഓപ്പോസിറ്റ് ചെയ്ത ഭാഗം ഒരു വീട്ടിൽ അതിൻ്റെ തലേ ദിവസം പറഞ്ഞത് അതിൻ്റെ തെരച്ചിൽ നടത്തിയപ്പോൾ ഒരു മാതാവിൻ്റെ മൃതദേഹം കിട്ടിയിരുന്നു. അപ്പോൾ അതിൻ്റെ മകനുണ്ടായിരുന്നു പുറത്ത്. അവരും പറഞ്ഞത് അതിനകത്ത് മാതാവടക്കം 5 പേരുണ്ടെന്ന്. ആ മാതാവിന് മാത്രമേ ഇന്നലെ മിഞ്ഞാന്ന് അവിടുന്ന് കിട്ടിയുള്ളൂ. ഇന്നലെ നമ്മൾ അതിൻ്റെ അടുത്ത വീട് ആളുകൾ ആരുമില്ല, താമസം ഇല്ല, അവിടെ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത് ആദ്യമേ മഴ തുടങ്ങിയപ്പോഴേ മാറിപ്പോയതാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ അവിടെ ഫുള്ളായിട്ട് ആളുകൾ പോലീസ് ഈ ഡോസ് കോഡ് വന്ന് അവർ സെർച്ച് ചെയ്തപ്പോൾ സ്മെല്ല് ഫീൽ ചെയ്ത് അവിടെ കറക്റ്റ് അല്ലേ സെമി ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് ആ വീട് ചെയ്ത് നോക്കുമ്പോൾ റൂമിൻ്റെ ഉൾഭാഗങ്ങൾ അതിനകത്തു നിന്നും ആളുകളുണ്ടായിരുന്നില്ല. ഇവാക്യുവേറ്റ് അവർ പുറത്ത് പോയത് കാരണം അതിനകത്ത് ആളുണ്ടായിരുന്നില്ല. പക്ഷേ ഇടുങ്ങിയ ഒരു ഭാഗത്തു നിന്ന് ഒരു മനുഷ്യൻ്റെ കാലിൻ്റെ തുടഭാഗത്തിന് താഴോട്ടുള്ള ഭാഗം ഇന്നലെ ഫണ്ട് ചെയ്ത് അവിടുന്ന്. ഇതിൽ ഈ ഒരു ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവരും, അതായത് രക്ഷപ്പെട്ടെത്തിയവർ പോലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു എന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ പലരെയും കണ്ടിരുന്നു. കാരണം അവർക്ക് ബന്ധുക്കളൊക്കെ തന്നെ ഈ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷെ അവരും സജീവമായി തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ തുടരുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒക്കെ ആ ഭാഗത്ത് കൂടെ ഉണ്ടായിരുന്നോ?
ഒരുപാട് പേര് ഇവിടെയുള്ള ആളുകളുമുണ്ട്. ഇവിടെയുള്ള ആളുകളാണ് കൂടുതൽ ആദ്യം മറുകരയിൽ രക്ഷാപ്രവർത്തനത്തിൻ്റെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ എത്തിപ്പെടുന്നതിന് മുൻപ് അവർ തന്നെയായിരുന്നു ഫൈൻഡ് ചെയ്തിരുന്നത്. അവർ തന്നെയായിരുന്നു തെരഞ്ഞിരുന്നത്. അവരെ കയ്യിലുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ആളുകളെ ബോഡികളൊക്കെ എടുത്തു തുടങ്ങിയിരുന്നത്. അതിനുശേഷമാണ് നേരം വെളുത്തതിന് ശേഷമാണ് ഇവിടുത്തെ ആളുകൾ പോയിട്ട് റോപ്പ് കെട്ടി റോപ്പിൻ്റെ മുകളിലൂടെ റോപ്പെല്ലാം സംഘടിപ്പിച്ചെല്ലാം വന്ന് ഇവിടുന്ന് കെട്ടി അങ്ങോട്ട് ആളുകൾ കയറിയതിന് ശേഷമാണ് മറ്റുള്ള ആളുകളൊക്കെ അങ്ങോട്ട് എത്തുന്നത്. പക്ഷേ ഇവിടുത്തെ സന്നദ്ധ സംഘടനാ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ്. പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തിരുവനന്തപുരം മുതലുള്ള ആളുകൾ, ഇന്നലെ ഞാൻ പരിചയപ്പെട്ടത് ഒരു കാസർഗോഡ് ഭാഗത്തുനിന്ന്, കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന്, കുറ്റ്യാടി ഭാഗത്തുനിന്ന്, ഒരുപാട് ഭാഗത്തുനിന്ന് കേരളത്തിലെ വിവിധ മേഖലയിൽ നിന്ന് വിവിധ സംഘടനാ പ്രവർത്തകർ വന്നിട്ട് ഈ പ്രവൃത്തിയിൽ പങ്കുചേർന്നിട്ടുണ്ട്. എന്തായാലും അതുതന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ ചൂരൽമലയിൽ നിൽക്കുമ്പോൾ ആ ദൃശ്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഈ ബെയിലി പാലത്തിലൂടെ മുണ്ടക്കൈ ഭാഗത്തിലേക്ക് മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും ഇന്നുള്ള രക്ഷാപ്രവർത്തനം അതിനുവേണ്ട ഈ യന്ത്രസാമഗ്രികളും അതോടൊപ്പം തന്നെ വാഹനങ്ങളും ഒക്കെ ഈ ബെയിലി പാലത്തിലൂടെ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂടുമെന്നതിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഭാഗത്ത് ഇനി മൃതദേഹങ്ങളാണ്. കാരണം ഒരിറ്റി ജീവനെങ്കിലും അവിടെ ബാക്കിയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് അതിവേഗം എത്തിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് സൈന്യമടക്കം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മന്ത്രിമാരടക്കം പറഞ്ഞിരുന്നു ആ ഭാഗത്തേക്ക് തിരച്ചിൽ ആദ്യഘട്ടത്തിലൊക്കെ നടത്തി അവിടെ നിന്നും ജീവനുള്ളവരെയൊക്കെ ഇങ്ങോട്ടേക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷേ കഴിഞ്ഞ ദിവസവും അവിടെ നിന്നും ഈ തിരച്ചിലിന് ഒടുവിൽ കൊണ്ടുവന്ന മൃതദേഹങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇനി ഈ മണ്ണുമാന്തി യന്ത്രവുമൊക്കെ ഉപയോഗിച്ച് ആ ഭാഗത്ത് നടത്തുന്ന തിരച്ചിലായിരിക്കണം ഈ കൂടുതൽ ആരെങ്കിലും അകപ്പെട്ട് കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കിനി ഒരിറ്റു ജീവനെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ടിടങ്ങളൊക്കെ തന്നെ ഇന്ന് മണ്ണ് മൂടി കിടക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവിടെയൊക്കെ ഈ പരിശോധന ഇന്ന് പുരോഗമിക്കും. എന്തായാലും ഇന്നുകൊണ്ടും ഈ ഒരു രക്ഷാപ്രവർത്തനം അതോടൊപ്പം ഇനിയും ദിവസങ്ങൾ എടുത്തു കഴിഞ്ഞാലേ അവിടെ മുഴുവനായും ഒരു തിരച്ചിൽ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. കാരണം അത്രയധികം ബാധിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഈ പറയുന്ന ഈ മുണ്ടക്കയും അതോടൊപ്പം അതിനോടനുബന്ധിച്ചുള്ള മറ്റ് മേഖലകളുമൊക്കെ. എന്തായാലും ഈ ചൂരൽമലയിൽ നിന്നും അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അതിനിപ്പോൾ പരിഹാരമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ആ ഒരു സൗകര്യവും ഈ ബ്രിഡ്ജ് വഴി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചത്. ഈ സൈന്യത്തിൻ്റെ ഈ പ്രവർത്തനം അത് എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ഈ രാവന്തിയോളം അവർ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഇടവേളകളില്ലാതെ തന്നെ ഏർപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പാലം ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ തയ്യാറായിരിക്കുന്നത്. എന്തായാലും അതോടൊപ്പം തന്നെ ആശങ്ക ഉയർത്തുന്നതാണ് ഈ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേരാണ് എന്നുള്ളത് കാര്യം ഈ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഇനിയും നിരവധി പേർ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടുകിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ഇനി എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൂടുന്നവരുമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലരും ഇതിൽ ബാധിക്കപ്പെട്ട പലരും ബന്ധുക്കൾ എല്ലാവരും തന്നെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയും സഹോദരനുമൊക്കെ നഷ്ടപ്പെട്ട ഒരു യുവാവ് കഴിഞ്ഞ ദിവസം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ അത്രയധികം മനോവിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ തുടരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നിരവധി പേർ വിവിധ മേഖലകളിൽ നിന്നും ഇവിടേക്കെത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യവും NDRFന്റെ സംഘവും പോലീസും ഫയർഫോഴ്സും അടക്കം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിന് ഊർജ്ജസ്വലരായി തന്നെ ഈ രാവിലെ മുതൽ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്കും അതിനോട് ചേർന്നുള്ള മറ്റു ഭാഗങ്ങളിലേക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നിന്നും രക്ഷാപ്രവർത്തകരായുള്ള സംഘം അങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചൂരൽമലയിലെ ഈ ഒഴുകി വരുന്ന ജലം നമുക്കറിയാം മഴ രാവിലെ തന്നെ ശക്തമായി തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർ നീങ്ങുന്നത്. ഈ പുഴയിലെ ഒഴുക്ക് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യഘട്ടത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയല്ല, അങ്ങേ അറ്റത്തുകൂടെ ഒഴുകിയിരുന്ന ഒരു ചെറിയ തോട് പോലെയായിരുന്നു. പിന്നീട് അത് ഗതിമാറി ഒഴുകി ഈ ഭാഗത്തേക്ക് എത്തി. ഇവിടേക്കുള്ള കെട്ടിടങ്ങൾ മൊത്തം ആ വന്നു പതിച്ച പാറക്കല്ലുകളൊക്കെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം എത്രയധികം വലിപ്പമുള്ളതാണെന്ന്. അതൊക്കെയാണ് ഓരോ കെട്ടിടത്തിന് മുകളിലേക്കും വന്ന് പതിച്ചിട്ടുള്ളത്. അത്രയധികം ഈ വലിയ ആഴമുള്ള ദുരന്തം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഒരു നാശം വിതച്ച ഒരു ദുരന്തം, ഒരു പ്രദേശം തന്നെ ഇല്ലാതെ പോയിരിക്കുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്ന് രക്ഷാപ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കുവാൻ വേണ്ടി മറ്റ് സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനി സൈന്യത്തിന്റെ പ്രവർത്തനം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടം മുതൽ തന്നെ സൈന്യം ഇടപെട്ട ശേഷം നടത്തിയിട്ടുള്ള ഈ എയർലിഫ്റ്റിങ്ങും അതോടൊപ്പം ഈ വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനമൊക്കെ പോലീസായാലും ഫയർഫോഴ്സായാലും എല്ലാം ആദ്യഘട്ടം മുതൽ തന്നെ അവരൊക്കെ സജീവമായി ഉണ്ടായിരുന്നു. അവർ
അവർക്ക് വേണ്ട അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം ആദ്യമേ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ആദ്യം ഒരു ചെറിയ പാലമുണ്ടാക്കി. അത് പക്ഷേ ഈ വെള്ളത്തിന്റെ ശക്തി കൂടുന്തോറും ആ പാലം മുങ്ങിപ്പോകുന്ന സ്ഥിതി, അന്ന് വൈകിട്ട് രക്ഷാപ്രവർത്തകർക്ക് തിരിച്ചിറങ്ങാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നീട് മറ്റൊരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അതുവഴിയാണ് മൃതദേഹങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ബ്രിഡ്ജിലൂടെ, അതായത് ഈ ബെയിലി പാലത്തിലൂടെ തന്നെ രക്ഷാപ്രവർത്തകരും അതോടൊപ്പം അതിനുവേണ്ട മറ്റ് വാഹനങ്ങളും യന്ത്രങ്ങളും ഒക്കെ കടന്നുപോകും. എന്തായാലും കൂടുതൽ വേഗതയോടുകൂടി രക്ഷാപ്രവർത്തനം നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് മന്ത്രിയടക്കം അതോടൊപ്പം ഈ സൈനിക ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലായിരിക്കും സൈനികരും ഈ സന്നദ്ധ സംഘടനകളും ഈ മറ്റു വകുപ്പുകളും ഒക്കെ ചേർന്നുകൊണ്ടായിരിക്കും ഈ ഭാഗത്ത് കൂടുതൽ തിരച്ചിൽ നടത്തുക. ഇന്ന് മാൻ പവറിനേക്കാൾ ആവശ്യം ഈ വാഹന പോലുള്ള അത്രയധികം ഈ മണ്ണും അതോടൊപ്പം തന്നെ ഈ പാറക്കല്ലുകളും ഒക്കെ ഈ ഭാഗത്തുണ്ട്. അതോടൊപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലയിടങ്ങളിലും മൃതശരീരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ പരിശോധന. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചു ലയങ്ങളുണ്ട്, അതോടൊപ്പം കാണാതായ നിരവധി പേരുണ്ട്. ആരാണ് എവിടെയാണ് എന്നുള്ള ഒരു വിവരവുമില്ല. പക്ഷേ ഈ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ തിരച്ചിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥ അത് മാറണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നത്. കാരണം മഴ ശക്തമാകും തോറും ഈ കഴിഞ്ഞ ദിവസം അടക്കം ആ മേഖലയിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് ദുഷ്കരമാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഈ വാഹനങ്ങളൊന്നും ഇല്ലാതെ ഈ രക്ഷാപ്രവർത്തകർ അവിടെ നിന്ന് ഈ തിരച്ചിലൊക്കെ നടത്തുന്ന സമയം മഴ കൂടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഇങ്ങോട്ടേക്ക് അവർക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നത്. ഇന്നെന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വേഗത ഏറും എന്നുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്.